ഈ ദേശനിവാസികൾ അവരാവധി വ്യവസായ സഹോദരങ്ങൾക്കും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങളുടെ സ്നേഹവന്ദനം അറിയിക്കുന്നു. രാവിലെ 9 മണി തൊട്ട് കോട്ടൂപ്പുഴയിൽ നിന്ന് വിവിധ സ്ഥലങ്ങളിലെ ഈ കർത്താവായ യേശു ക്രിസ്തുവിനെ പറ്റി സാക്ഷിപ്പാൻ ഞങ്ങൾക്ക് ദൈവം കൃപ തന്നു. ഈ സമയം ഈ കൂവക്കാട്ടുള്ള ഈ ദൈവ ജനത്തെയും കർത്താവിന്റെ മാറ്റമില്ലാത്ത സുവിശേഷം സ്നേഹത്തിന്റെ വചനം അറിയിപ്പാനാണ് ഞങ്ങൾ കടന്നു വന്നിരിക്കുന്നത്. ഇന്ന് ലോകം നോക്കിയാല് ആർക്കും സ്വസ്ഥതയും സമാധാനവും ഇല്ല. എവിടെ നോക്കിയാലും അസംബന്ധങ്ങളും അസമാധാനങ്ങളും കൊലപാതകങ്ങളേ ഉള്ളൂ. അപ്പന്മാർ മക്കളെ കൊല്ലുന്നു, മക്കളപ്പന്മാരെ കൊല്ലുന്നു, അമ്മയപ്പന്മാരെ മക്കൾ കൊല്ലുന്നു. ആർക്കും ഒരു സ്വസ്ഥതയും ഒരു സമാധാനവും ഇല്ല. അതിന്റെ കാരണം കൊണ്ടാണ്, അതിനുള്ള പ്രതിവിധി അവർക്ക് അറിഞ്ഞുകൂടാ. അതുകൊണ്ടാണ് അവർ ഇങ്ങനെയൊക്കെ അല്പനേരത്തെ സ്വസ്ഥതയ്ക്കും സമാധാനത്തിനും വേണ്ടി മദ്യത്തിനും മയക്കുമരുന്നിനും അവരാശ്രയിച്ചു കഴിഞ്ഞാൽ പിന്നെ അപ്പനാരെ, അമ്മയാരെ, സഹോദരനാര്, സഹോദരിയാരെ, മക്കളാരെ എന്നൊന്നും തിരിച്ചറിവില്ല. ഞങ്ങൾക്ക് പറയുവാനുള്ള ദേശനിവാസികളോട് സമാധാനം തരുന്ന ഒരാളുണ്ട്. ആ സമാധാന പ്രഭുവിന്റെ അടുക്കിലേക്ക് വന്നാൽ നിത്യസമാധാനവും നിത്യസന്തോഷവും പ്രത്യാശയും നമുക്ക് തരും. ഇതൊന്നുമില്ലാത്തത് നമുക്ക് സ്വസ്ഥത കിട്ടും, നമുക്ക് സമാധാനം കിട്ടും. ഞാൻ എന്റെ സമാധാനം നിങ്ങൾക്ക് തരുന്നു എന്നാണ് യേശു ക്രിസ്തു പറഞ്ഞത്. ഈ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കാൻ നമുക്ക് സ്വസ്ഥതയുണ്ടാകും, സമാധാനമുണ്ടാകും. സകല ബുദ്ധിയിലേക്കും നൽകുന്ന സമാധാനം നമുക്ക് തരുന്നത്. അതുകൊണ്ട് ഈ യേശു ക്രിസ്തുവിൽ നിങ്ങൾ വിശ്വസിക്കണം. ഈ യേശു ക്രിസ്തു പാപികൾക്ക് നല്ല പരിഹാരകനാണ്, രോഗികൾക്ക് നല്ല വൈദ്യനാണ്, പാപത്തിനും രോഗത്തിനും എല്ലാത്തിനും മതിയായവനാണ് കർത്താവായ യേശു ക്രിസ്തു. ഇതുപോലെ ഒരു ദൈവം ഉണ്ടെന്ന് നമുക്ക് അറിയില്ല. കാരണം മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റ യേശു ഇന്നും ജീവിക്കുന്നു. മറ്റുള്ളവരൊക്കെ മരിച്ചു മണ്ണാക്കി പോകുമ്പോൾ ജീവിക്കുന്നവനായി മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റവനായി ഒരാൾ മാത്രമേ ഉള്ളൂ, അത് യേശു ക്രിസ്തുവാണ്. ആ യേശു ക്രിസ്തു തന്റെ ജനത്തിന് വേണ്ടി തന്റെ ജനത്തിന്റെ പാപത്തിന് വേണ്ടി കാൽവരിയിൽ ക്രൂശിൽ തറയ്ക്കപ്പെട്ടവനാണ്. ആ ക്രൂശിൽ തറയ്ക്കപ്പെട്ട യേശുവിന്റെ സ്വഭാവം നമ്മളിൽ നമ്മളെ പ്രദർശിപ്പിക്കണം. അപ്പൊ നമുക്ക് സ്വസ്ഥതയുണ്ടാകും, നമുക്ക് സമാധാനം ഉണ്ടാകും. നമ്മുടെ ജീവിതത്തിന്റെ ഏത് ഭാരമാട്ടെ, ദുഃഖമാട്ടെ, രോഗമാട്ടെ, എന്തുവായാലും യേശുവിന്റെ അടുത്ത് എന്നാൽ നമുക്ക് സ്വസ്ഥതയും സമാധാനവും ശാന്തിയും കിട്ടും. തന്നെയുമല്ല, ഇന്ന് നാം മരിച്ചാൽ എവിടെ പോകും? നമുക്കൊരു നിത്യത വേണമല്ലോ. വെറുതെ മരിച്ചിട്ട് നമ്മുടെ ബന്ധുക്കാരും സ്വന്തക്കാരും കുറച്ച് കരഞ്ഞ് കുറച്ച് പൂക്കളും നമ്മുടെ മേത്ത് എത്തറി മണ്ണിട്ട് മൂടിയിട്ട് പോകുമല്ല. ഇതിനപ്പുറമായിട്ട് നമുക്ക് ജീവൻ തന്ന ഒരു യേശുവുണ്ട്. ആ ഒരു പ്രത്യാശ നമുക്കുണ്ടായിരിക്കണം. ഈ ലോകത്തിൽ കഷ്ടങ്ങളും ഭാരങ്ങളും ദുഃഖങ്ങളും രോഗങ്ങളും എല്ലാം ഉണ്ടാകും. എന്നാൽ നമ്മളിവിടെ വിശ്വസ്തയോടെ ആ യേശുവിന്റെ കൽപ്പനകൾ പ്രമാണിച്ച് ആ യേശു പറയുമ്പോൾ പോലെ ജീവിച്ച് അവരിൽ നിന്ന് സ്വസ്ഥതയും സമാധാനവും നേടിക്കഴിഞ്ഞാൽ നമ്മൾ ഇന്ന് മരിച്ചാൽ നമുക്കൊരു സമാധാനവും ഒരു സ്വസ്ഥതയുടെ സ്ഥലമുണ്ട്. അവിടെ രോഗമില്ല, ദുഃഖമില്ല, കണ്ണുനീരില്ല, ഒന്നുമില്ല. ആ ദേവൻ നമുക്ക് ജീവൻ ഉടയവന്റെ അടുത്ത് നമ്മൾ ചെന്നാൽ നമുക്ക് സ്വസ്ഥതയും സന്തോഷവും സമാധാനമുണ്ട്. ആ ഒരു പ്രത്യാശ ഇല്ലാത്തവരാണ് അല്പസമയത്തെ സന്തോഷത്തിന് വേണ്ടി, സമാധാനത്തിന് വേണ്ടി മദ്യത്തിനും മയക്കിനും ആശ്രയിക്കും. അപ്പോൾ നമ്മുടെ കുടുംബാവി പോയി, നമ്മളത് കുടുംബജീവിതം പോയി, നമ്മുടെ കുഞ്ഞുങ്ങളും ഭാര്യയും ഭർത്താവും തമ്മിലുള്ള സ്നേഹം പോയി, അവർ തമ്മിൽ തിരിച്ചറിയാൻ വയ്യാതെ വണ്ണം പിന്നെ കൊല്ലും കൊലയും ഒക്കെ ആയി സമാധാനമില്ലാതെ ജീവിക്കുന്നു. പ്രിയമുള്ള നാട്ടുകാരോട് ഞങ്ങൾ പറയുവാനുള്ളത്, അങ്ങനെയൊന്നും നിങ്ങളാവരുത്. സ്വസ്ഥതയും ശാന്തിയും സമാധാനവും രോഗസൗഖ്യവും ആരോഗ്യവും തരുന്ന ജീവനുള്ള ദൈവം ഇന്നും ജീവിക്കുന്നു. ആ ദൈവം മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്നു. തന്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ജീവനെ കൊടുത്ത് ആ ദൈവം അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിന് വേണ്ടി ഇന്നും ജീവിക്കുന്നു. നാം അവനോട് അടുത്ത് ചെല്ലണം, അവന്റെ കുഞ്ഞുങ്ങളായി ജീവിക്കണം, അവന്റെ കൽപ്പനകളെ പ്രമാണിക്കണം. ആ ദൈവം എന്ത് പറയുന്നു അതനുസരിച്ച് ജീവിക്കാൻ നമ്മളെ തന്നെ സമർപ്പിച്ചു കൊടുക്കണം. അപ്പോൾ ആ ദൈവത്തിന്റെ സമാധാനം, ആ സ്വസ്ഥത നമുക്ക് കിട്ടും. ഞങ്ങളെ കേൾക്കുന്ന ആരെങ്കിലും സമാധാനമില്ലാതെ, സ്വസ്ഥതയില്ലാതെ, രോഗത്താലോ ഭാരത്താലോ വരയുന്നുണ്ടെങ്കിൽ, കഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ, ഭാരപ്പെടുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്കാലം നിങ്ങൾക്കൊരു സമാധാന സന്ദേശമായിട്ടാണ് ഞങ്ങൾ കടന്നു വന്നിരിക്കുന്നത്. ഞങ്ങളോട് പറഞ്ഞാൽ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ദേശത്തെ ദൈവം അനുഗ്രഹിക്കും, ജനത്തെ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ചെറിയ വാക്കിനെ വിരമിക്കുന്നു.